മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 284 എപ്പിസോഡിൽ അലൂമിന സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണിത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട, അധികം ഔഷധങ്ങൾ കാണാത്ത ഒരു ലക്ഷണം, ഒരു പർട്ടിക്കുലർ ലക്ഷണമാണ് കെൻഡ് ഇതിൽ പറയുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. ഹി ഈസ് അണേബിൾ ടു സ്റ്റെപ്പ് അപ്പ് വെൻ അസെൻഡിങ് സ്റ്റെയേഴ്സ്. ഇറ്റ് സീംസ് ടു ഹിം ദാറ്റ് ഹി കനോട്ട് ലിഫ്റ്റ് ഹിസ് ബോഡി ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു പടവുകൾ കയറുമ്പോൾ അടുത്ത പടിയിലേക്ക് കാല് വെച്ച് പേശികളിൽ ബലം ചെലുത്തി ഉയർത്തി കൊണ്ടുപോകാനുള്ള ആ ഒരു കെൽപ്പ്, ആ ഒരു ശരീരബലം, അതിനു വേണ്ടുന്ന എനർജി ഈ പേഷ്യൻറ്റിന് ഇല്ല. അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല, അണേബിൾ, സാധിക്കുന്നില്ല. സ്ലീപ്പ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ വിഷൻസ്, ഡ്രീംസ്, ആങ്ഷ്യസ്, കൺഫ്യൂസ്ഡ്, അമോറസ് ഓഫ് ഡെത്ത്, നൈറ്റ്മെയർ, പ്ലസൻറ്റ് ഓഫ് കോറലിംഗ്, വെക്സേഷൻസ്. അപ്പോൾ പല ദർശനങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് ആകെ കലുഷിതമാണ് അലൂമിന സിലിക്കേറ്റ് പേഷ്യൻറ്റിൻ്റെ മനസ്സ്. ഉത്കണ്ഠാകുലമായ സ്വപ്നങ്ങൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ, മരണത്തെക്കുറിച്ചുള്ളത്, ഭയപ്പെടുന്നത് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. സന്തോഷകരമായതുകൊണ്ട് വഴക്കുണ്ടാക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ, കഠിന വ്യഥകൾ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ. സ്ലീപ്പ് ഈസ് റെസ്റ്റ്ലെസ് ആൻഡ് ബ്രോക്കൺ. ഒറ്റ ഉറക്കം കിട്ടുന്നില്ല, അസ്വസ്ഥമാണ് ഉറക്കം, ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. സ്ലീപ്പിനെസ് ഇൻ ദ മോർണിംഗ്, ഫോർനൂൺ ആൻഡ് ഈവനിങ് ആൻഡ് ആഫ്റ്റർ ഡിന്നർ. അപ്പോൾ ഈ ഉറക്കം വേണ്ടത്ര കിട്ടാതെ ഉറക്കം മുറിഞ്ഞു പോയിട്ട് പ്രഭാതത്തിൽ ഉറക്കം വരും, അസ്വാഭാവികമായ രീതിയിൽ. ഉച്ചയ്ക്ക് മുമ്പ് ഉറക്കം വരും. സായാഹ്നത്തിലെ ഭക്ഷണത്തിന് ശേഷം. സ്ലീപ്ലെസ് ബിഫോർ മിഡ് നൈറ്റ്. അർദ്ധരാത്രിക്ക് മുമ്പ് ശരിക്കും ഉറക്കം തുടങ്ങേണ്ടുന്നൊരു സമയം, അർദ്ധരാത്രിക്ക് മുമ്പുള്ള സമയത്ത് ഉറക്കമില്ല. ഇപ്പോൾ ഈ നിങ്ങളുൾപ്പെട്ട യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഉറക്കത്തിൻ്റെ സമയമൊക്കെ റീഡിഫൈൻ ചെയ്തൊരു കാലഘട്ടമാണ്. ഡാറ്റ തീരുന്നത് അപ്പോഴാണ് വാസ്തവത്തിൽ ദിവസം തീരുന്നത്. അതായത് അർദ്ധരാത്രി 12 മണി, പിന്നെയും ചിലപ്പോൾ അതങ്ങനെ നീളാം. അപ്പം അതല്ല സ്വാഭാവികമായ ഉറക്കത്തിൻ്റെ സമയം. നമ്മളുടെ കണക്കനുസരിച്ച് അത്താഴം കഴിഞ്ഞാൽ ഒരു അരനാഴികയൊക്കെ കഴിഞ്ഞാൽ ഉറക്കം. അത്രയ്ക്കൊന്നും പോയില്ലെങ്കിലും ഒരു 10-10:30 ഉറങ്ങുക എന്നുള്ളതാണ് ആരോഗ്യകരമായ രീതി. ആവശ്യമായൊരു ഉറക്കം കിട്ടാൻ അത് വേണ്ടി വരും. പുലർച്ചെ എഴുന്നേൽക്കുക എന്നുള്ളൊരു ആരോഗ്യശീലം നിലനിർത്താൻ അത് ആവശ്യമാണ്. അപ്പോൾ ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ചിന്തകൾ മനസ്സിൽ വേണം. 12 മണിക്ക് ശേഷം ഉറക്കം എന്നുള്ളത് കൺസെപ്റ്റ് ശരിയല്ല. ടെക്നോളജി ഉറക്കത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി വന്നു, ഒന്ന് സ്വിച്ചിട്ടാൽ പ്രകാശം വരും, ഒരു സ്വിച്ചിട്ടാൽ കാറ്റ് വരും. ആ ഒരു സാഹചര്യത്തിൽ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറി. മണ്ണവിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് പഠിക്കുകയും അത്താഴം കഴിക്കുകയും രാത്രിയിൽ അത്യാവശ്യം മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ഇന്ധനം ലാഭിക്കാൻ കഴിവതും നേരത്തെ കിടക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത്. ആ ഒരു സമയത്തൊക്കെ 9 മണിക്ക് കിടക്കും, 9 മണിക്ക് കിടന്നുറങ്ങും. വേനൽക്കാലത്ത് ചൂട് കാരണം ഉറങ്ങാൻ പറ്റാറുമില്ല. അപ്പോൾ ഇലക്ട്രിസിറ്റി വന്നതോടെ അത് മാറി. പ്രകാശം നമ്മുടെ വിരൽത്തുമ്പിലായി, കാറ്റ് വിരൽത്തുമ്പിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റമാണ്, ടെക്നോളജിയുടെ മാറ്റമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഡിക്കേഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഡാറ്റ, ലോകത്തിലെ ഏത് കോണുമായിട്ടും നമുക്ക് ബന്ധപ്പെടാനുള്ള ഇൻ്റർനെറ്റ് സംവിധാനം അത് വന്നതോടുകൂടി ഡാറ്റ തീരുന്ന സമയത്ത് ദിവസം കഴിയുന്നുള്ള ആശയം. അത് പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കാനും പറ്റില്ല. പക്ഷേ കൂടുതൽ സമയം ഉറങ്ങാതിരുന്ന് പ്രഭാതത്തിൽ പഠിക്കാനും ജോലിക്കുമായിട്ട് എഴുന്നേൽക്കേണ്ടി വരുമ്പോൾ ആവശ്യത്തിന് വിശ്രമം കിട്ടാത്തൊരവസ്ഥ ബ്രെയിൻ ഫാഗ് പോലുള്ള അവസ്ഥകളിലേക്ക് നയിക്കും. അത്തരം അവസ്ഥകൾ വരും. നിങ്ങൾക്കിനി ഭാവിയിൽ വരാനുള്ള രോഗികളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഒരു ആസ്പെക്റ്റും എടുക്കാൻ നിങ്ങൾ നിർബന്ധിതരായിത്തീരും. സ്ലീപ്പിനെസ് ബിഫോർ മിഡ് നൈറ്റ്, അൺറിഫ്രഷിങ് സ്ലീപ്പ്. ഉറക്കം കൊണ്ടുണ്ടാകേണ്ട
റിഫ്രഷ്നെസ് ലഭിക്കുന്നില്ല. അത് ഭാവിയിലൊരു പ്രശ്നമായിട്ട് വരാൻ പോവുകയാണ്. വേക്കിംഗ് ടു ഏർലി, വളരെ നേരത്തെ എഴുന്നേൽക്കും. ഫ്രീക്വൻറ്റ് വേക്കിംഗ്, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക. ഫ്രീക്വൻറ്റ് വേക്കിംഗ് ഇറ്റാലിക്സിലാണ്. യോണിങ്, ഇതിൻ്റെ ഭാഗമാണത്. കോട്ടുമായിട്ടുകൊണ്ടിരിക്കും, ഉറക്കം ശരിയായില്ല. ചിലിനസ് ഇൻ ദ ഫോർനൂൺ, ഉച്ചയ്ക്ക് മുമ്പ് വല്ലാതെ കുളിര്. നൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, ചിലിനസ് ഇൻ ഈവനിങ് ഇൻ ബെഡ്, ചിലിനസ് ഇൻ ദ ഓപ്പൺ എയർ ആഫ്റ്റർ ഈറ്റിംഗ്, ബെറ്റർ ആഫ്റ്റർ വാം ഡ്രിങ്ക്. അപ്പോൾ ഈ കുളിര് എല്ലാ സമയത്തും ഉണ്ട്. ഉച്ചയ്ക്ക് മുമ്പ്, ഉച്ചയ്ക്ക് ശേഷം, സായാഹ്നത്തിൽ കിടന്നു കഴിയുമ്പോൾ തുറസായ വായുവിൽ എന്നുള്ളത് പാശ്ചാത്യ രീതിയിൽ അത് സാധൂകരിക്കാവുന്ന കാര്യമാണ്. ഈ ആഹാരത്തിന് ശേഷം അതിന് മെച്ചപ്പെടുക എന്ന് വെച്ചാൽ ചൂടുള്ള പാനീയം കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശമനം ലഭിക്കും. എക്സ്റ്റേണൽ കോൾഡ്നെസ്, പുറമേക്ക് തണുപ്പ്, അതും സാധാരണ തന്നെ. ഇനി ഇൻറ്റേർണൽ കോൾഡ്നെസ്, ആന്തരികമായ ശൈത്യം, തണുപ്പ് ഉള്ളിനെ അനുഭവിക്കുക. ഞാൻ 1-2 ആളുകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആന്തരികമായ തണുപ്പ് അനുഭവിക്കുന്ന ആളുകൾ. ഉൾക്കുളിരെന്ന് പറയും, ഉൾപ്പനി എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരവസ്ഥ. ചില്ലിനെസ് ഡ്യൂറിങ് സ്റ്റൂൾ, വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് കുളിര്. ഡിസയർ ഫോർ വാംത് വിച്ച് അമീറേറ്റ്സ് ദ ചിൽ, ചൂടിനോടുള്ളൊരാഗ്രഹം. സ്വാഭാവികം തന്നെ അത് തണുപ്പിനെ ശമിപ്പിക്കുകയും ചെയ്യും. ഹീറ്റ് ആഫ്റ്റർനൂൺ, ഈവനിങ് ആൻഡ് നൈറ്റ്, ഉച്ച കഴിഞ്ഞ് സായാഹ്നത്തിൽ, രാത്രിയിൽ ചൂട്. അതുകൊണ്ട് ഈവനിങ് നൈറ്റും ഇറ്റാലിക്സിലാണ്. ഫീവർ ബിഗിൻസ് ബിറ്റ്വീൻ 8 and 10 PM വിത്ത് സിവിയർ ക്രഷിംഗ് പെയിൻ ഇൻ ബോത്ത് ലെഗ്സ്. രാത്രി 8-നും 10-നും ഇടയ്ക്ക് പനി ആരംഭിക്കുന്നു. 2 കാലുകളിലും അസ്ഥികളെ ഞെരിക്കുന്നത് പോലെ, അസ്ഥികളെ തകർക്കുന്ന പോലുള്ള വേദന. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം അനുഭവങ്ങളുള്ള ചില പനികൾ വലിയ ഭീകരമായ പനികൾ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പടരുന്നുണ്ട്. അപ്പോഴൊക്കെ ലക്ഷണങ്ങൾ യോജിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഔഷധത്തെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. പെയിൻ ഗോസ് ടു ഹേർട്ട് ആൻഡ് ലെഫ്റ്റ് ടെമ്പിൾ, ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കും ഇടതുവശത്തെ ചെന്നിയിലേക്കും തലയുടെ ഭാഗത്തേക്കും വേദന കടന്നു ചെല്ലുന്നു. എക്സ്റ്റേണൽ ഹീറ്റ് വിത്ത് ചില്ലിനെസ്, ബാഹ്യമായ ചൂടും ആന്തരികമായ കുളിരും, ഉൾക്കുളിരും പുറത്ത് ചൂടും. ഫ്ലഷസ് ഓഫ് ഹീറ്റ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്ക സമയത്ത് ചൊട്ടുനീറ്റൽ പോലെ ഉണ്ടാകുന്നു. പെർസ്പിറേഷൻ മോർണിംഗ് നൈറ്റ് വിത്ത് ആങ്സൈറ്റി, പെർസ്പിറേഷൻ ഓൺ മോഷൻ, പ്രൊഫ്യൂസ് ആഫ്റ്റർ വേക്കിംഗ്, വിയർപ്പ്, പ്രഭാതത്തിൽ വിയർപ്പ്. തണുപ്പുള്ളൊരു സമയത്ത് പ്രഭാതത്തിൽ വിയർപ്പ് തികച്ചും അസാധാരണമാണ്. രാത്രിയിൽ വിയർപ്പ് വിത്ത് ആങ്സൈറ്റി, അതോടൊപ്പം വല്ലാതെ ഉത്കണ്ഠയും വരുന്നു. ചലിക്കുന്ന സമയത്ത്, എന്തെങ്കിലും നടക്കുന്ന സമയത്ത് വിയർക്കുന്നു, അത് സ്വാഭാവികം എന്ന് പറയാം. പ്രൊഫ്യൂസ് ആഫ്റ്റർ വേക്കിംഗ്, ഉണർന്ന ശേഷം, അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന ശേഷം വല്ലാതെ വിയർപ്പ് എന്ന് പറയുന്നൊരു ലക്ഷണം അലൂമിന സിലിക്കേറ്റിനുണ്ട്. ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ, കോൾഡ്നെസ്, ബൈറ്റിംഗ്, അനസ്തേഷ്യ, യെല്ലോ സ്പോട്ട്സ്. അപ്പോൾ ത്വക്കിൽ തണുപ്പ്, ത്വക്കിൽ കടിക്കുന്ന പോലുള്ളൊരു വേദന, ഒരു നംബ്നെസ്, അനസ്തേഷ്യ, ഒരു മരവിച്ച പോലുള്ളൊരവസ്ഥ, മഞ്ഞ നിറത്തിലുള്ള സ്പോട്ട്സ് വരുന്നു. ബേണിംഗ്, ക്രാക്ഡ്, ബേണിംഗ് ഇറ്റാലിക്സിലാണ്. തൊലിയിൽ പൊള്ളലുണ്ട്, തൊലി വിണ്ടു കയറിയതുപോലെ. ഇറപ്ഷൻസ്, ബ്ലിസ്റ്റേഴ്സ്, ബോയിൽസ്, ബേണിംഗ്, ചാപ്പിംഗ്. അപ്പോൾ തൊലിയിൽ എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്. വിണ്ടു കയറുന്നുണ്ട്, പരുക്കൾ വരുന്നുണ്ട്, പൊള്ളിയ പോലുള്ള പോളൻ വരുന്നുണ്ട്, പല പ്രശ്നങ്ങളും തൊലിയിലുണ്ട്. ഡ്രൈ എക്സീമ, ഡ്രൈ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, വരണ്ട എക്സീമ. ഹേർപ്പസ്, ഡ്രൈ ഇച്ചിങ്, സ്റ്റിങ്ങിങ്. അപ്പോൾ ഹേർപ്പസിൻ്റെ സ്വഭാവം വരണ്ടതാണ്, ചൊറിച്ചിലുണ്ടാക്കും, കുത്തുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകും. ഇച്ചിങ് ഇറപ്ഷൻസ് വേഴ്സ് ബൈ വാംസ്, ചൊറിച്ചിലുണ്ടാക്കുന്ന പരുക്കൾ ചൂട് കൊണ്ട് അത് വഷളാകുന്നു. പെയിൻഫുൾ ഇറപ്ഷൻസിൽ വേദനാജനകവും കൂടിയാണ്. നോഡുലർ അർട്ടിക്കേരിയ, തൊലിക്ക് കീഴേക്ക് കല്ലിപ്പുണ്ടാകുന്ന പോലുള്ള അർട്ടിക്കേരിയ. വെസൈക്കുലർ ഇറപ്ഷൻസ്, മാർക്ഡ് ഇറപ്ഷൻസ്, മോയ്സ്റ്റ് ആഫ്റ്റർ സ്ക്രാച്ചിങ്. ചുരുക്കി പറഞ്ഞാൽ തൊലിയിൽ എല്ലാത്തരം ഇറപ്ഷൻസും ഉണ്ട്, വിണ്ടു കയറലുണ്ട്. ചൊറിയുന്ന സമയത്ത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈർപ്പം വരും, നനവ് വരും. സ്മാർട്ടിങ് ആഫ്റ്റർ സ്ക്രാച്ചിങ്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ നീറ്റൽ വരും. സ്റ്റിങ്ങിങ് ആൻഡ് ബേണിംഗ് ഇറപ്ഷൻസ്, കുത്തുന്ന പോലെ പൊള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള ഇറപ്ഷൻസ്. സൂപ്പറേറ്റിംഗ് ഫെജിഡെനിക് ഇറപ്ഷൻസ്, അപ്പോൾ ഒരു പരു വന്നിട്ട് അത് പടരുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, പഴുപ്പ് നിറയുന്നു. നോഡൽ അർട്ടിക്കേരിയ, നേരത്തെ പറഞ്ഞ തന്നെയാണ്, തൊലിക്ക് താഴേക്കും കല്ലിപ്പ് വരുന്ന തരത്തിലുള്ള ഹൈവ്സ് മാരിയൊക്കെ ഉണ്ടാകുന്നു. വെസൈക്കുലർ ഇറപ്ഷൻസ്, മാർക്ഡ് ഫോർമിക്കേഷൻ ഓഫ് ദ സ്കിൻ
ഓൾ ഓവർ ദ ബോഡി, ശരീരം മുഴുവൻ തൊലിയിൽ ഉറുമ്പ് നിറയ്ക്കുന്നത് പോലെ, പുഴുവരിക്കുന്നത് പോലെ. ഇച്ചിങ് വേഴ്സ് ഇൻ ഈവനിങ് ഇൻ ബെഡ്, സായാഹ്നത്തിൽ കിടക്കയിൽ കിടക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നു. ബൈറ്റിംഗ്, ബേണിംഗ്, ക്രോളിംഗ് ബെറ്റർ ബൈ കീപ്പിംഗ് പെർഫെക്റ്റ്ലി സ്റ്റിൽ. അപ്പോൾ ഈ ചൊറിച്ചിൽ കടിക്കുന്ന തരത്തിൽ, പൊള്ളുന്ന തരത്തിൽ, ഇക്കിളി ഉണ്ടാക്കുന്ന തരത്തിൽ, വെറുതെ ഒന്നും ചെയ്യാതെ അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ അതിന് ശമനം. പെർഫെക്റ്റ് സ്റ്റിൽനെസ് കൊണ്ട് അതിന് ശമനമുണ്ട്, അമീലറേഷൻ. ഇച്ചിങ് ബെറ്റർ ബൈ സ്ക്രാച്ചിങ്, ചൊറിയുന്നതുകൊണ്ടും ഇച്ചിങ്ങിന് മെച്ചമുണ്ട്. സ്റ്റിങ്ങിങ്, ബേണിംഗ് ഇൻ സ്കിൻ ഓൾ ഓവർ, തൊലിപ്പുറമെ മുഴുവൻ കുത്തുന്ന പോലെ, പൊള്ളുന്ന പോലുള്ള അനുഭവം. ബട്ട് വേഴ്സ് ഓൺ ദ ബാക്ക് ഓഫ് ഹാൻഡ്സ്, ആംസ് ആൻഡ് ഫീറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റിങ്ങിങ്, ബേണിംഗ് സെൻസേഷൻ കൈകളുടെ പുറം ഭാഗത്ത്, കൈകളിൽ, കാലുകളിൽ, അവിടെയാണ് കൂടുതലും. മോയ്സ്ചർ ഓഫ് ദ സ്കിൻ ആഫ്റ്റർ സ്ക്രാച്ചിങ്, ചൊറിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ ഈർപ്പം വരുന്നു. സ്കിൻ എക്സ്ട്രീംലി സെൻസിറ്റീവ്, വല്ലാതെ സംവേദനക്ഷമത തൊലിക്കുണ്ടാകുന്നു. ചെറിയ കാറ്റിനോടും സ്പർശത്തോടും ഒക്കെ സെൻസിറ്റീവ് ആകാം. മച്ച് ടെൻഷൻ ഇൻ ദ സ്കിൻ, തൊലി വലിഞ്ഞു മുറിഞ്ഞതുപോലെ. അൾസറേഷൻ, വ്രണങ്ങൾ വിത്ത് ഇച്ചിങ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഇച്ചിങ് ഒക്കെ കാണുമ്പോൾ, സ്ക്രാച്ചിങ് കൊണ്ട് അമീലറേഷനൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചില സ്ഥിര ഔഷധങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പേഷ്യൻ്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കാതെ, ജനറൽസിനെ പരിഗണിക്കാതെ, ഈ സാധാരണഗതിയിൽ രോഗികൾ പറഞ്ഞു വരുന്നൊരു പ്രശ്നം, ഇച്ചിങ്, ചൊറിയുമ്പോൾ സമാധാനമുണ്ട്, ചില ഔഷധങ്ങൾ കൊടുക്കാനുള്ള ഒരു മുൻവിധിയോ പ്രലോഭനമോ ഉണ്ടായേക്കാം. പക്ഷേ ഇത്തരം അറിവുകൾ മനസ്സിലുണ്ടെങ്കിൽ അത് ചെയ്യില്ല. പേഷ്യൻ്റെ ജനറൽ കണ്ടീഷൻസ് ആരാഞ്ഞറിഞ്ഞല്ലാതെ ഒരു നിസ്സാര ചൊറിച്ചിലിന് പോലും ഔഷധം കൊടുക്കരുത് എന്നുള്ളതാണ് ഹോമിയോപ്പതി നമുക്ക് തരുന്ന പാഠം. ദ സ്കിൻ ഈസ് സ്ലോ ടു ഹീൽ ആഫ്റ്റർ ഇഞ്ചുറി. ഒരു വ്രണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് സുഖപ്പെട്ടു വരാൻ താമസിക്കും. സാവകാശമേ ഹീലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിരവധി ലക്ഷണങ്ങൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ലക്ഷണങ്ങളുടെ ബോത്ത് എക്സ്ട്രീമിലേക്ക്, രണ്ട് തരത്തിലും, രണ്ട് വശവും കാണുന്നു. ഭംഗിയായിട്ട് പ്രൂവ് ചെയ്ത, കെൻറ്റിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ പ്രൂവ് ചെയ്ത് അദ്ദേഹം ഉപയോഗിച്ച് അതിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയ ലെക്ചറാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, തെറ്റുപറ്റാതെ പ്രിസ്ക്രിപ്ഷൻസ് നടത്താൻ, നിരവധി പേരെ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആംബ്രാഗ്രീസിയ എന്നുള്ള അധ്യായം നമുക്ക് ആരംഭിക്കാം. ആംബ്രാഗ്രീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിമിംഗല വിസർജ്യം എന്ന് പറയുന്ന സാധനം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.